ഹലോ ഓൾ, വെൽക്കം ടു ലേണിനോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ECE-കാരുടെ ഇലക്ട്രോ മാഗ്നറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ മൊഡ്യൂൾ 1-നകത്തെ ഒരു ഡെറിവേഷനാണ്. നമ്മൾ ഇതിനകത്ത് ഒരു പാർട്ട് ഓൾറെഡി ചെയ്തായിരുന്നു. കഴിഞ്ഞ വീഡിയോയുടെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ ഡെറിവേഷൻ ഓഫ് കപ്പാസിറ്റൻസ് ആൻഡ് ഇൻഡക്റ്റൻസ് ഓഫ് എ ടു-വേ ട്രാൻസ്മിഷൻ ലൈന് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കൂടെ തന്നെ അടുത്തൊരെണ്ണം കൂടിയുണ്ട്, ഡെറിവേഷൻ ഓഫ് കപ്പാസിറ്റൻസ് ആൻഡ് ഇൻഡക്റ്റൻസ് ഓഫ് കൊയാക്സിയൽ കേബിൾ. അപ്പോൾ കൊയാക്സിയൽ കേബിളിൻ്റെയും കൂടെ കപ്പാസിറ്റൻസും ഇൻഡക്റ്റൻസിൻ്റെയും കൂടെ ഒരു ചെറിയ ഡെറിവേഷൻ. ഇത് അത്ര കോംപ്ലിക്കേറ്റഡ് ഡെറിവേഷൻ ഒന്നുമല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതുപോലെ തന്നെയുള്ളൊരു ചെറിയൊരു ഡെറിവേഷനാണ്. അപ്പോൾ നമുക്ക് ഡിലേ ആവാതെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കപ്പാസിറ്റൻസ് ഓഫ് എ കൊയാക്സിയൽ കേബിൾ എന്താണെന്ന് നോക്കാം. ഇതിനകത്ത് കൊയാക്സിയൽ കേബിളിൻ്റെ ഇൻട്രൊഡക്ഷൻ അങ്ങനെയൊന്നും തന്നെ പറയുന്നില്ല, ഓൾറെഡി അതൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. ഒരു കൊയാക്സിയൽ കേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മുടെ ഡെറിവേഷൻ ഓഫ് കപ്പാസിറ്റൻസ് ആൻഡ് ഇൻഡക്റ്റൻസ് ഓഫ് എ ടു-വേ ട്രാൻസ്മിഷൻ ലൈൻ, അതിന് വേറൊരു പേരെന്ന് പാരലൽ പ്ലേറ്റ് കണ്ടക്ടേഴ്സ് എന്ന് പറയാം, അല്ലെ, പാരലൽ കണ്ടക്ടേഴ്സ് എന്ന് പറയാം. അതുപോലെ തന്നെ കപ്പാസിറ്റൻസ് ഓഫ് കൊയാക്സിയൽ കേബിളിന് പകരം സിലിണ്ടേഴ്സ് എന്ന് നമുക്ക് പറയാം. ചിലപ്പം ക്വസ്റ്റ്യനകത്ത് കപ്പാസിറ്റൻസ് ഓഫ് എ സിലിണ്ടർ അല്ലെങ്കിൽ ഇൻഡക്റ്റൻസ് ഓഫ് എ സിലിണ്ടർ എന്ന് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഇതിനകത്ത് നോക്കേണ്ട കേസ് എന്താണ്, കൊയാക്സിയൽ കേബിൾ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രിക് സിലിണ്ടറിക്കൽ കണ്ടക്ടേഴ്സ് മെയിൻറ്റെയിൻ ചെയ്ത്, അതായത് സിലിണ്ടറിക്കൽ കണ്ടക്ടേഴ്സ് വെച്ചിട്ടുണ്ടായിരിക്കുന്ന ഒരു കേബിളാണ്. അതാണ് ഒരു കൊയാക്സിയൽ കേബിൾ. അതിനകത്ത് ഇന്നർ കണ്ടക്ടർ ഉണ്ട്, ഔട്ടർ കണ്ടക്ടേഴ്സ് ഉണ്ട്. അതിൻ്റെ കൺസ്ട്രക്ഷനും ഡീറ്റെയിൽസും ഒന്നും നമ്മൾ പോകുന്നില്ല. നമ്മൾ ജസ്റ്റ് അതിൻ്റെ കപ്പാസിറ്റൻസ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം എന്ന ഡെറിവേഷൻ മാത്രമാണ് നോക്കുന്നത്. ദെൻ നോക്കിയാൽ കൊയാക്സിയൽ കേബിൾ കൺസിസ്റ്റ് ഓഫ് എന്താണ്, രണ്ട് കോൺസെൻട്രിക് സിലിണ്ടറിക്കൽ കണ്ടക്ടേഴ്സ് ആണ്. അപ്പം കപ്പാസിറ്റൻസ് ഓഫ് എ സിലിണ്ടർ ആണ് കൺസിഡർ ചെയ്യുന്നത്. സെപ്പറേറ്റഡ് ബൈ ആൻ ഇൻസുലേറ്റിംഗ് ഡയലക്ട്രിക് മെറ്റീരിയൽ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫിഗർ ഞാൻ അടുത്ത സ്ലൈഡിൽ ഫിഗർ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതാണ് ശരിക്കും നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു ഇന്നർ കണ്ടക്ടർ, ശരിക്കും എന്താണുള്ളത്, ഒരു ഇന്നർ കണ്ടക്ടർ ഉണ്ട്, ദെൻ ഒരു ഔട്ടർ കണ്ടക്ടർ ഉണ്ട്. ഇതാണ് ശരിക്കും അതിൻ്റെ ഫിഗർ, ഒരു ഇന്നർ കണ്ടക്ടർ ആൻഡ് ഒരു ഔട്ടർ കണ്ടക്ടർ. ഇന്നർ കണ്ടക്ടറിന് ഒരു റേഡിയസ് ഉണ്ട്, എ എന്ന് പറയുന്ന ഒരു റേഡിയസ്. ഔട്ടർ കണ്ടക്ടറിനും ഒരു റേഡിയസ് നമ്മൾ കാൽക്കുലേറ്റ് എടുക്കുന്നുണ്ട്. ഇന്നർ കണ്ടക്ടറിനും ഔട്ടർ കണ്ടക്ടറിനും ഓരോ റേഡിയസ് ഉണ്ട്. ഔട്ടർ കണ്ടക്ടറിൻ്റെ ഇന്നർ കണ്ടക്ടർ റേഡിയസ് എ, ദെൻ ഇന്നർ റേഡിയസ് ഓഫ് ഔട്ടർ കണ്ടക്ടറിൻ്റെ ഇന്നർ റേഡിയസ് എന്ന് പറഞ്ഞാൽ ബി എന്നായിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതുപോലെ കപ്പാസിറ്റൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യും. അതിനകത്തെ ഒരു പോയിന്റ്, അതാണ് ഈ കാണിച്ചിരിക്കുന്ന ഒരു ആർ എന്ന് പറയുന്ന ഒരു ഡോട്ടഡ് ലൈന് കാണിച്ചിട്ടുണ്ട്. അതാണ് ഒരു ഗോഷ്യൻ സിലിണ്ടറിക്കൽ സർഫസ് എന്ന് കാണിച്ചിട്ടുണ്ട്. അതിനകത്തൊരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആ പോയിന്റിൽ ഉള്ള ഒരു കപ്പാസിറ്റൻസ്, അതാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് ഡെറിവേഷൻ ആണ്. ഡെറിവേഷൻ ആകുമ്പോഴത്തേനും അറിയാലോ, ബേസിക് ആയിട്ട് കുറച്ച് അസംഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിനകത്ത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫിഗർ മസ്റ്റായിട്ട് വരയ്ക്കണം, ഫിഗർ വെച്ചിട്ട് വേണം ഡിറൈവ് ചെയ്ത് പോകാൻ. ദെൻ ഇതിനകത്ത് എന്താണ്, ദെൻ പെർമിറ്റിവിറ്റി എന്താണെന്ന് നോക്കിയാൽ, ഡയലക്ട്രിക്കിൻ്റെ പെർമിറ്റിവിറ്റി നമ്മൾ എപ്സിലോൺ ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. സോ എപ്സിലോൺ 0 ആൻഡ് എപ്സിലോൺ r മീഡിയവും വാക്വവും വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കേബിളിൻ്റെ ലെങ്ത് എല്ലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മളെപ്പോഴും കേബിളിൻ്റെ ലെങ്ത് വെച്ചിട്ട് ഇനിഷ്യലി നമ്മൾ ലെങ്ത് L എന്ന് വെച്ചാൽ എടുക്കും. അതിനുശേഷം നമ്മൾ യൂണിറ്റ് ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ ആ ഇക്വേഷനകത്ത് L = 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദെൻ ദ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ ഇന്നർ ആൻഡ് ഔട്ടർ കണ്ടക്ടർ. നമ്മൾ പറഞ്ഞ എന്താണ്, ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യും ബിറ്റ്വീൻ ഇന്നർ ആൻഡ് ഔട്ടർ കണ്ടക്ടർ. ഇതുണ്ട് ആർ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇവിടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കപ്പാസിറ്റൻസ് പറയുന്നത്. ദേ ക്യാരി എന്താണ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആണ്. അതിവിടെ കാണിച്ചിട്ടുണ്ട്. ഇന്നർ കണ്ടക്ടർ +Q ചാർജ് ആണ് ക്യാരി ചെയ്യുന്നതെങ്കിൽ ഔട്ടർ കണ്ടക്ടർ ക്യാരി ചെയ്യുന്നത് -Q ചാർജ് ആണ്. നമ്മൾ കപ്പാസിറ്റൻസിന്റെ കേസിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തിട്ട് അതിനകത്ത് ചാർജ് ആണ് പറയുന്നത്, അല്ലേ. അല്ലെങ്കിൽ കപ്പാസിറ്റർ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്, വോൾട്ടേജിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ആദ്യം ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ട്രാൻസ്മിഷൻ ലൈനിന്റെ സെയിം മെത്തേഡ് ആണ് ഇതിലും ചെയ്യുന്നത്. സോ ഫസ്റ്റ് വി ക്യാൻ കാൽക്കുലേറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യും, എന്നിട്ട് അതിനകത്തുനിന്ന് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കും. മറ്റേതിൽ എന്തായിരുന്നു, ഇൻഡക്റ്റൻസിന്റെ കേസിൽ നമ്മൾ ഫ്ലക്സ് ആയിരുന്നു, അല്ലേ, കറണ്ട് ഫ്ലോ ചെയ്യുന്ന, അല്ലെങ്കിൽ കറണ്ടിന്റെ ഫ്ലോ കണ്ടുപിടിക്കാൻ നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ബാക്കി നോക്കാം. ഇതാണ് അതിൻ്റെ ഫിഗർ കാണിച്ചിട്ടുള്ളത്. ഫിഗർ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി നോക്കുക. ഇതിനകത്ത് ഓരോന്നും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കുക. ഇന്നർ കണ്ടക്ടർ നമ്മൾ +Q ചാർജ് ക്യാരി ചെയ്യുന്നു. ഔട്ടർ കണ്ടക്ടർ നോക്കി -Q ആണ് ചാർജ് ക്യാരി ചെയ്തിരിക്കുന്നത്. ഒരു ഇതിൻ്റെ ഒരു സിലിണ്ടറിക്കൽ സർഫസ് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അവിടുത്തെ കപ്പാസിറ്റൻസ് ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ദെൻ ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻ ബിറ്റ്വീൻ A ആൻഡ് B ആയിരിക്കും കേട്ടോ. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എടുക്കുന്ന പോയിന്റ് ഇൻ ബിറ്റ്വീൻ A, അതായത് A എന്ന് പറഞ്ഞ ഇന്നർ റേഡിയസ്, B എന്ന് പറഞ്ഞ ഔട്ടർ റേഡിയസിന്റെ ബിറ്റ്വീനിലായിരിക്കും നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്യാം. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഇത് ജസ്റ്റ് നോട്ട് ചെയ്യുക. ദെൻ ബാക്കി നോക്കാം.
ഇനി ഇതിനകത്ത് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഓൾറെഡി അറിയാം ഗോസസ് ലോ. അത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഓൾറെഡി ഉള്ള റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ ശരിക്കും കപ്പാസിറ്റൻസും ഇൻഡക്റ്റൻസും അതായത് ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് അങ്ങനെയാണ്. പിന്നെ ഗോസസ് ലോ, ആംബിയസ് ലോ ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യം. അപ്പോൾ ഗോസസ് ലോയുടെ നേരിട്ട് ഇക്വേഷൻ എടുത്താൽ മതി. ഇനി ഈ ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്തു എന്നൊന്നും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കില്ല. ഡെറിവേഷൻ ഓഫ് എ കപ്പാസിറ്റൻസ് ഓഫ് എ കോയാക്സിയൽ കേബിൾ എന്ന് പറഞ്ഞാൽ ഇത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് ഓരോ സ്റ്റെപ്സും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഗോസസ് ലോയെ വെച്ചിട്ട് ഇൻ്റഗ്രൽ, ഇത് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ആണ്. ഇ എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡി എന്ന് പറയുന്ന ഒരു ചെറിയ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, ക്യൂ എൻക്ലോസ്ഡ് ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി, ദാറ്റ് ഈസ് എപ്സിലോൺ എന്ന് എഴുതിയിട്ടുണ്ട്. സിൻസ് ഇ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് തന്നെ ഇനെ നമ്മൾ പുറത്തെടുക്കുകയാണ്. ഇ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്, അതുപോലെ തന്നെ ഇത് എന്താണ്, ഒരു സിലിണ്ടറിക്കൽ സർഫസ് ആണ്. സിലിണ്ടറിക്കൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 2πr ആണ് അല്ലേ. സിലിണ്ടറിക്കൽ സർഫസ് ആണ്. സോ 2πr നമുക്ക് ഓൾറെഡി അറിയാം. ഇ എന്ന് പറഞ്ഞ ഇലക്ട്രിക് ഫീൽഡ് ആണ്, ദാറ്റ് ഈസ് ഇ എന്ന് പറയുന്നത് 2πr ആണ് into which is equal to എന്താണ്, rho L by epsilon. ഈ ഇക്വേഷൻ നമുക്ക് ഫെമിലിയർ ആണ്. ഓൾറെഡി ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമുക്ക് ഫെമിലിയർ ആണ്. ആ ഇക്വേഷനാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ദെൻ ഇനി എന്താ ചെയ്യുന്നതെന്ന് നോക്കിയാൽ ക്യാൻസൽ ചെയ്യാണ്. അതിനകത്ത് എൽ എന്ന് പറയുന്ന ക്യാൻസൽ ലെങ്ത് ആണ്, റോ എൽ. ഈ എല്ലും കൂടെ ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി എന്തൊരു ഈ 2πr which is equal to എന്താണ്, റോ എൽ ബൈ എപ്സിലോൺ എന്ന് വന്നു. വേറെ ഇലക്ട്രിക് ഫീൽഡ് ഇ എന്ന് പറയുന്നത് എന്ത് വരും, ഈ 2π എപ്സിലോൺ ആറിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് വലതുവശത്തോട്ട്, അതായത് ഈ ഇലക്ട്രിക് ഫീൽഡ് ഇ ആണ് കേട്ടോ. വിയർ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ 2π എപ്സിലോൺ ആർ എന്ന് പറയുന്ന ഇക്വേഷനകത്തോട്ട് വരും. ദാറ്റ് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ്. ഇതാണ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ഈ ആർ എന്ന് പറഞ്ഞിരിക്കുന്നത് ദാറ്റ് പോയിന്റ് ആണ്. ഈ ആർ എന്ന് പറയുന്നത് ഈ 2πrന്റെ ആർ അല്ല കേട്ടോ. ഈ 2πr എപ്സിലോൺ 2πr എന്ന് പറയുന്നത്, ഈ എപ്സിലോൺ 2πr എന്ന് പറയുന്നത് ഇത് ഫുൾ ഇങ്ങോട്ടേക്ക് പോയി. ഈ ആർ കാണിച്ചിരിക്കുന്നത് ദാറ്റ് പോയിന്റ്, ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദാറ്റ് പോയിന്റ്, അതാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അത് കൺഫ്യൂഷൻ ആവരുത്. കൺഫ്യൂഷനൊന്നും ഇല്ല. ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ ഗോസസ് ലോ വെച്ചിട്ട് നമ്മൾ അത് വെച്ചു. അപ്പോൾ നമ്മളൊരു കപ്പാസിറ്റൻസ് ആണെങ്കിൽ എന്താണ്, കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതുപോലെ ഇതിൻ്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഫസ്റ്റ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ബിറ്റ്വീൻ ഇന്നർ ആൻഡ് ഔട്ടർ കണ്ടക്ടർ. ചിലപ്പോൾ നിങ്ങൾക്ക് ഔട്ടർ ടു ഇന്നർ എടുക്കാം. ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ചില ടെക്സ്റ്റിൽ ഔട്ടർ ടു ഇന്നർ വെച്ച് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഇന്നർ ടു ഔട്ടർ ചെയ്യാം. ഏതാണോ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ആ രീതിക്ക്. പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. ഒന്നെങ്കിൽ b/a അല്ലെങ്കിൽ a/b എന്ന് പറയുന്ന ഫൈനൽ ഇക്വേഷൻ വരും. ദാറ്റ്സ് ഓൾ. So potential difference V is equal to എന്താണ്, minus integral a to b e into dr. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഇസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. നമ്മളൊരു സിലിണ്ടറിക്കലിന്റെ കേസിൽ പഠിക്കുന്ന കേസാണ്. ഇതിനകത്ത് ഇ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്, റോ എൽ ഡിവൈഡ് ബൈ 2π എപ്സിലോൺ ആർ. ദെൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഇതിനകത്തുനിന്ന് കോൺസ്റ്റന്റ് ടേമിനെ പുറത്തെടുക്കുന്നു. കോൺസ്റ്റന്റ് ടേം എന്ന് പറഞ്ഞാൽ റോ എൽ ഡിവൈഡ് ബൈ 2π എപ്സിലോണിനെ പുറത്തെടുക്കുന്നു. ബാക്കി എന്തുണ്ട്, ഇന്റഗ്രൽ dr ബൈ ആർ. ഇതെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഫെമിലിയർ ആയിട്ടൊരു ഇക്വേഷൻ ആണ്. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള ഇക്വേഷൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിരിക്കുന്ന സെയിം രീതി തന്നെയാണ്. ദെൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക, v is equal to റോ എൽ ബൈ 2π എപ്സിലോൺ. ഇതിന് ഇന്റഗ്രൽ 1/r dr എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലോഗ് r a to b. ദെൻ എന്ത് ചെയ്യുന്നു, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വി ക്യാൻ ഗെറ്റ് എന്താണ്, v is equal to റോ എൽ ഡിവൈഡഡ് ബൈ 2π എപ്സിലോൺ നാച്ചുറൽ ലോഗ് b ബൈ a എന്ന് പറയുന്ന ഇക്വേഷനാണ് നമുക്ക് കിട്ടുക. ദെൻ ഫൈനലി നമുക്ക് എന്ത് കിട്ടി, സെയിം ഇക്വേഷൻ ഇങ്ങോട്ടേക്ക്. ഇതിനകത്തുള്ള മിസ്സിംഗ് സ്റ്റെപ്സ് അതൊന്നും നോക്കണ്ട, അതൊക്കെ ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കപ്പാസിറ്റൻസിന്റെ ഡെറിവേഷനകത്ത് ഓരോ സ്റ്റെപ്സും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെ. അതിനെ അഗൈൻ പറയേണ്ട, നിങ്ങൾ എക്സാമിനാവുന്നും സ്കിപ്പ് അതൊന്നും എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. അതൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഒറ്റയടിക്ക് നാച്ചുറൽ ലോഗിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വരാം. ഓക്കെ, ദെൻ ഹെൻസ് ഇനി എന്താ ചെയ്യുന്നത്, നമുക്ക് എന്താ കിട്ടി, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടി. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടി കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം, കപ്പാസിറ്റൻസ് ഇ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി. ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ക്യൂ എന്ന് പറയുന്ന ചാർജ് ആണ്. ക്യൂ ഡിവൈഡഡ് ബൈ വി ചെയ്യുമ്പോൾ എന്ത് കിട്ടും, കപ്പാസിറ്റൻസ് കിട്ടും. ഇനി അത്രയും ചെയ്താൽ പോരെ, സിമ്പിൾ ആണ്. സോ ആ ഇക്വേഷൻ ജസ്റ്റ് ഈ വി അതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക, കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നോക്കിയാൽ എന്താണ്, കപ്പാസിറ്റൻസ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി ആണ്. ക്യൂ എന്ന് പറഞ്ഞാൽ റോ എൽ. നമ്മളിത് ആദ്യമേ ഫസ്റ്റ് സ്ലൈഡിൽ കണ്ടായിരുന്നു. ക്യൂ ഇസ് ഈക്വൽ ടു റോ എൽ കണ്ടു. ദെൻ എന്ത് ചെയ്തു, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ക്യൂ എന്ന് പകരം റോ എൽ കൊടുക്കുന്നു. ഡിവൈഡഡ് ബൈ എന്താണ്, വി ആണ് വരിക. വി എന്ന് പറഞ്ഞാൽ 2π എപ്സിലോൺ നാച്ചുറൽ ലോഗ് b ബൈ a. ജസ്റ്റ് ഇത് ഫുള്ളാണ് കേട്ടോ. ദർ കപ്പാസിറ്റൻസ് ദിസ് ഈസ് വി. ഇതാണ് വി എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്നത്. വി നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ പോവാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ ദെൻ സി ഇസ് ഈക്വൽ ടു റോ എൽ ഡിവൈഡഡ് ബൈ, ഇതിനകത്ത് റോ എല്ലും കൂടെ ക്യാൻസൽ ചെയ്തു. ഫൈനലി ജസ്റ്റ് ക്യാൻസലിങ്ങും കോമൺ ടേമിനെ പുറത്തെടുക്കുക, ഇങ്ങനെയുള്ള ചെറിയ ഡെറിവേഷൻസേ ഉള്ളൂ. എന്ന് വെച്ചാൽ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ദെയർഫോർ നമുക്ക് സി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, 2π എപ്സിലോൺ എൽ ഡിവൈഡഡ് ബൈ നാച്ചുറൽ ലോഗ് b ബൈ a എന്നാണ് നമ്മുടെ ദിസ് ഇസ് ദ ഫൈനൽ ഇക്വേഷൻ. ഇതൊക്കെ ന്യൂമറിക്കൽസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ളതാണ്. ദെൻ എന്താണ്, കപ്പാസിറ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ഞാൻ പറഞ്ഞായിരുന്നു. കപ്പാസിറ്റൻസ് യൂണിറ്റ് ലെങ്ത് ആണ്. വേറെ എൽ ഇസ് ഈക്വൽ ടു എന്ത് വരും, എൽ എക്സ് ഈക്വൽ ടു 1 മീറ്റർ.
അതാണ് യൂണിറ്റ് ലെങ്ത്. ഞാനിവിടെ എഴുതിയിട്ടില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. L = 1 മീറ്റർ കൊടുത്താൽ എന്താണ് യൂണിറ്റ് ലെങ്ത് ആയില്ലേ. യൂണിറ്റ് ലെങ്ത് ദാറ്റ് ഇസ് സി ഡാഷ് എന്ന് ഞാൻ കാണിച്ചിരിക്കുകയാണ്. സി എന്ന് എഴുതിയാലും മതി. 2πε ഡിവൈഡഡ് ബൈ നാച്ചുറൽ ലോഗ് B/A. ദിസ് ഈസ് ദ കപ്പാസിറ്റൻസ് ഡെറിവേഷൻ ഓഫ് എ കോയാക്സിൽ കേബിൾ. ഒരു കോയാക്സിൽ കേബിളിന്റെ കപ്പാസിറ്റൻസിന്റെ ഡെറിവേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സിമ്പിൾ ഡെറിവേഷൻ അല്ലേ. ഇതുപോലെ തന്നെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഇൻഡക്ടൻസിന്റെ കോയാക്സിൽ കേബിൾ. ഇൻഡക്ടൻസ് ഓഫ് എ കോയാക്സിൽ കേബിൾ വളരെ സിമ്പിൾ ആണ്. ഈ ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് ഡെറിവേഷൻസ് ചോദിക്കാം. ന്യൂമറിക്കൽസ് ആയിരിക്കും കോമൺ ആയിട്ട് കൂടുതലും ചോദിക്കുക. ന്യൂമറിക്കൽസിന്റെ ഒരു വീഡിയോസ് നമുക്ക് ലേറ്റർ ചെയ്യാം. സോ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്തത് നോക്കാം. ഓക്കെ, അടുത്ത എന്താണ് ഇൻഡക്ടൻസ് ഓഫ് എ കോയാക്സിയൽ കേബിൾ. ഇപ്പോൾ നമ്മൾ കപ്പാസിറ്റൻസ് കണ്ടു, അടുത്താണ് ഇൻഡക്ടൻസ്. ഇതും വളരെ സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ നോക്കി ഇൻഡക്ടൻസ് ഓഫ് എ 2-വേ ട്രാൻസ്മിഷൻ ലൈനിന്റെ സെയിം മെത്തേഡ് തന്നെയാണ് ഇതും. എ കോയാക്സിയൽ കേബിൾ എന്താണ് കൺസിസ്റ്റ് ഓഫ് ഇന്നർ കണ്ടക്ടർ. ഇതിലും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇന്നർ കണ്ടക്ടർ, ഔട്ടർ കണ്ടക്ടർ. പക്ഷേ എങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. എന്തായിരുന്നു പറഞ്ഞത്, മാഗ്നറ്റിക്, അതായത് നമ്മളൊരു ഇൻഡക്ടൻസിന്റെ കേസ് വരുമ്പോൾ എപ്പോഴും മാഗ്നറ്റിക് ഫ്ലക്സ് ആയിട്ട് റിലേറ്റഡ് ആയിരിക്കും നമ്മുടെ ഇൻഡക്ടർ അല്ലെങ്കിൽ ഇൻഡക്ടൻസ്. അതുപോലെ തന്നെ നമുക്ക് കപ്പാസിറ്റൻസ് വന്നു കഴിഞ്ഞാൽ അത് എന്തുമായിട്ടായിരിക്കും, പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് മാഗ്നറ്റിക് ഫ്ലക്സ്, ഇത് രണ്ടും ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അതും ഇപ്പോഴത്തെ ഇതിനകത്ത് ഈ ഒരു മൊഡ്യൂളിൽ നിങ്ങളുടെ ഡെറിവേഷൻസ് ഈ രണ്ടെണ്ണം സിമ്പിൾ ഡെറിവേഷൻ ആണ്. ഇനി ന്യൂമറിക്കൽസ് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഡെറിവേഷൻ, അതായത് ഈ ഒരു ഇക്വേഷൻസ് ഒക്കെ നമുക്ക് യൂസ് ആണ്. then നോക്കിയേ, ഇന്നർ കണ്ടക്ടറിന്റെ റേഡിയസ് മറ്റേതുപോലെ തന്നെ സെയിം A ആണ്. ഔട്ടർ കണ്ടക്ടറിന് റേഡിയസ് എന്ന് പറയുന്നത് B ആണ്. ലെങ്ത് കേബിളിന്റെ നമ്മൾ ലെങ്ത് L ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ദെൻ കറണ്ട് ആണ് ഇതിനകത്ത് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടെങ്കിൽ കറണ്ട് എന്ത് ചെയ്യണം, പാസ് ചെയ്യണം അല്ലേ. അപ്പോൾ കറണ്ട് ഫ്ലോസ് ത്രൂ ദ ഇന്നർ കണ്ടക്ടർ ആൻഡ് റിട്ടേൺസ് ടു. ഇന്നർ കണ്ടക്ടറിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഇവിടെ +I എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഔട്ടർ കണ്ടക്ടർ വഴി വരുമ്പോൾ അത് -I ഈക്വൽ ഓപ്പോസിറ്റ് ചാർജ്. ഓക്കെ, -I ആയി മാറും. ദെൻ ദ മാഗ്നറ്റിക് ഫീൽഡ് എവിടെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്ന ഇൻ ബിറ്റ്വീൻ ദ ഇന്നർ കണ്ടക്ടർ ഔട്ടർ കണ്ടക്ടർ ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡും എക്സിസ്റ്റ് ചെയ്യുന്ന എവിടെയാണ്, ബിറ്റ്വീൻ ഇന്നർ കണ്ടക്ടർ ഔട്ടർ കണ്ടക്ടർ. അതായത് A അതാണ് ഈ കാണിച്ചിട്ടുള്ളത്. A R B. R എന്ന് പറയുന്ന പോയിന്റ് ആണ്, നോട്ട് ചെയ്യാം. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. ഇതാണ് ശരിക്കും അതിന്റെ ആദ്യം എൻ്റെ കൺസ്ട്രക്ഷൻ പറയുക. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, ഫിഗർ മസ്റ്റ് ആയിട്ട് വരയ്ക്കണം. കൺസ്ട്രക്ഷൻ, ദെൻ ഫിഗർ, പിന്നെ നമ്മൾ ഡെറിവേഷനിലോട്ട് പോവാം. ഓൾറെഡി ഉള്ള റിസൾട്ട് ആണെന്നുണ്ടെങ്കിൽ ഫ്രം ഗോസസ് ലോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചത് ആ സെയിം മെത്തേഡ് തന്നെ എക്സാമിന് എഴുതിയാൽ മതി. ഇതാണ് അതിന്റെ ഫിഗർ ക്ലിയർ ആയിട്ട് നോക്കാം. മറ്റേതിന്റെ സെയിം ഫിഗർ ആണ്, പക്ഷേ ഇതിനകത്ത് കറണ്ട് ആണെന്നേ ഉള്ളൂ. മറ്റേതിൽ ചാർജ് ആണ് പറഞ്ഞത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ചാർജ് ആണ് പറഞ്ഞെങ്കിൽ നമ്മൾ ഇതിനകത്ത് കറണ്ട് ഫ്ലോ ചെയ്യുന്നതാണ്. +I and -I മാർക്ക് ചെയ്യുക. ബാക്കിയെല്ലാം ക്ലിയർ ആണ്. പിന്നെ ഇത് പറഞ്ഞേക്കുക, മാഗ്നറ്റിക് ഫീൽഡ് എവിടെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, ഇൻ ബിറ്റ്വീൻ A and B ആണ്, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ദ റേഡിയസ് ബിറ്റ്വീൻ ഇന്നർ കണ്ടക്ടർ ആൻഡ് ഔട്ടർ കണ്ടക്ടറിന് ഇടയിലായിരിക്കും. ഇനി നമുക്ക് ഡെറിവേഷനിലോട്ട് പോവാം. അപ്പം നോക്കിയേ, ആദ്യം നമ്മൾ ഇതിനകത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് മാഗ്നറ്റിക് ഫീൽഡ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആണ്. നമ്മൾ കപ്പാസിറ്റൻസ് കണ്ടുപിടിച്ചപ്പോൾ എന്തായിരുന്നു, കപ്പാസിറ്റൻസ് ഫൈൻഡ് ചെയ്യാൻ ആദ്യം നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരുന്നു ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതിൽ നിന്നിട്ടാണ് പിന്നെ നമ്മൾ C = Q/V എന്നൊക്കെ പറയുന്ന ഇക്വേഷനകത്തോട്ട് എത്തുന്നത്. ഇതിൻ്റെ കേസിൽ, ഇൻഡക്ടറിൻ്റെ കേസിൽ മാഗ്നറ്റിക് ഫീൽഡാണ് ഫസ്റ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ നോക്കിയേ, കൺസിഡർ എ സർക്കുലർ അമ്പീരിയൻ പാത്ത് ഓഫ് റേഡിയസ് R. ഈ അമ്പീരിയൻ പാത്ത് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല കേട്ടോ. നമ്മൾ ഇന്നർ കണ്ടക്ടറും ഔട്ടർ കണ്ടക്ടറും രണ്ട് കണ്ടക്ടേഴ്സ് കൂടുന്നതാണ് നമ്മുടെ ഒരു കോയാക്സിൽ കേബിൾ, നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പം ഇതിനകത്ത് നമ്മളൊരു പാത്ത് ഇവിടെ കൺസിഡർ ചെയ്തിട്ടാണ് ആ പാത്തിനകത്ത് ഇൻഡക്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ നേരത്തതിനകത്തും ശരിക്കും അതൊരു അമ്പീരിയൻ പാത്ത് തന്നെയാണ്. ആ പാത്തിനകത്ത് R എന്ന് പറയുന്ന ഒരു പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ ആ പാത്തിൻ്റെ റേഡിയസ് ആണ് സ്മോൾ ലെറ്റർ R. അപ്പോൾ അതിനകത്ത് കറണ്ട് അല്ലെങ്കിൽ ആ ഇൻഫ്ലുവൻസ് മൂലം ഉണ്ടാവുന്ന ഇൻഡക്റ്റൻസ് ആണ് നമ്മൾ ഇതിനകത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. then നോക്കി, ഇതിനകത്ത് നമ്മൾ ആദ്യം എടുക്കുന്ന ഏതാണ്, യൂസിങ് ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ. ഈ ലോ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും. അതിനകത്തുനിന്ന് ഇക്വേഷൻ മാത്രം നോക്കിയാൽ മതി. നമ്മൾ മറ്റേത് ഇലക്ട്രിക് ഫീൽഡ് ആയിരുന്നു. ഇലക്ട്രിക് ഫീൽഡ് ആകുമ്പോൾ ഗോസ് തിയറം അല്ലേ, അല്ലെങ്കിൽ ഗോസ് ലോ എന്ന് പറയും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ H വെക്റ്റർ ഇൻറ്റു DL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണെന്ന് അറിയാമല്ലോ, ആ ഒരു സ്മോൾ ലെങ്ത്, ആ ഒരു ചെറിയ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഏരിയ നമുക്കറിയാം, ഇതൊരു സിലിണ്ടറിക്കലാണ്. സിലിണ്ടറിക്കലിൻ്റെ കേസിലാണ് കോയാക്സിൽ കേബിൾ വരിക. അതിനകത്ത് എന്താ പറഞ്ഞത്, അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 2πr ആയിട്ടാണ് എടുക്കുന്നത്. അതാണ് ഇവിടെ ഈ 2πr വരുന്നത് കേട്ടോ. അതിനൊന്നും കൺഫ്യൂഷൻ ഒന്നും വേണ്ട. സോ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ H.dl, മറ്റേത് എന്തായിരുന്നു, E ആയിരുന്നു ഇലക്ട്രിക് ഫീൽഡ്. ഇതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡാണ് കൺസിഡർ ചെയ്യുന്നത്. H = I ആണ്. I എന്ന് പറയുന്ന കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നത്. മറ്റേതായിരുന്നു V ആയിരുന്നു അല്ലേ.
Since h is a constant around the circle, so h നമ്മൾ ഇതിനകത്തുനിന്ന് പുറത്തെടുക്കുന്നു. ലെങ്ത് enclosed by a small letter area എന്ന് പറയുന്നത് 2πr which is equal to I. ഇക്വേഷൻ അറിയാലോ. വേർ h is equal to h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I divided by 2πr എന്ന് പറഞ്ഞിട്ട് ഈ ഇക്വേഷൻ അകത്തുനിന്ന് കിട്ടും. ദെൻ നമ്മൾ നോക്കുകയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. ദിസ് ഇക്വേഷൻ ഇത് ഓൾറെഡി എക്സിസ്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ്. B is equal to mu h എന്ന് പറയുന്ന ഇക്വേഷൻ. ഓക്കെ, ഇതിനകത്ത് h നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. അപ്പോൾ എന്താ വരിക, mu I divided by 2πr എന്ന് പറഞ്ഞു. എന്ത്, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഇൻഡക്റ്റൻസിന്റെ ഡെറിവേഷൻ അകത്ത് മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെങ്കിൽ ഫ്ലക്സ് ലിങ്കേജ് ആണ് കണ്ടുപിടിച്ചത് അല്ലേ. അതുപോലെ തന്നെ ഇവിടെ മാഗ്നറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതൊക്കെയാണ് ഇൻഡക്റ്റൻസ്. കപ്പാസിറ്റർ നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെ വോൾട്ടേജുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ കപ്പാസിറ്റർ. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ദെൻ ഇപ്പം ഇതിനകത്തുനിന്ന് എന്താ കിട്ടി, നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി കിട്ടി. ഇനി ഇതിനകത്തുനിന്ന് എന്ത് കണ്ടുപിടിക്കണം, നമുക്ക് ഇതിനകത്തുനിന്ന് ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്താ കണ്ടുപിടിച്ചത്, അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് കണ്ടുപിടിച്ചല്ലേ. നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണ് വേണ്ടതല്ല, ബി ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. നമുക്ക് ഇതിനകത്തൊന്ന് സൈ അല്ലെങ്കിൽ ഫൈ ആണ് വേണ്ടത്. ദാറ്റ് ഈസ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി അല്ല വേണ്ടത്, മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അതുകൊണ്ട് ഒന്നെങ്കിൽ സൈ എന്ന് പറയുന്ന ലെറ്റർ അല്ലെങ്കിൽ ഫൈ എന്ന് പറയുന്നത് നിങ്ങൾ ഏതാണോ പഠിച്ചിട്ടുള്ളത് ആ സെയിം രീതി തന്നെ നോക്കിയാൽ മതി. പക്ഷേ എങ്കിൽ ഡിഫറൻസ് ഒന്നും ഇല്ല. elementary flux through the length L, then consider a small strip thickness നമ്മൾ dr കൺസിഡർ ചെയ്യുന്നു. then area of the strip എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that length into breadth ആണ് എടുക്കുന്നത്. that is dA is equal to length into dr എന്ന് വരും. flux through the strip, സ്ട്രിപ്പിന്റെ ഫ്ലക്സിന് നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ നോക്കിയേ, d phi is equal to b into dA. ഈ ഇക്വേഷനകത്ത് b ഉണ്ട്, that is magnetic flux density. ഈ ബി നമ്മൾ കുറച്ച് മുമ്പ് കണ്ടുപിടിച്ച ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമുക്ക് ഓൾറെഡി മറ്റേതിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇതിനകത്ത് ഫ്ലക്സ് ആണ് കേട്ടോ. ദെൻ എന്താ വരിക, ഡി ഫൈ ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു ഡി എ. ബിക്ക് നമ്മൾ മറ്റേ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ മ്യൂ ഐ ഡിവൈഡഡ് ബൈ 2πr എൽ ഡി ആർ എന്ന് വന്നു. വേർ ഡി ഫൈ ഇസ് ഈക്വൽ ടു ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ മ്യൂ ഐ എൽ ഡിവൈഡഡ് ബൈ 2πr ഡി ആർ എന്ന് പറഞ്ഞു. ഇനി ഇതിനകത്തുനിന്ന് ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കണം. നമ്മളിപ്പം മാഗ്നറ്റിക് ഒരു ഫ്ലക്സ് കിട്ടി. ഈ ടോട്ടൽ ഫ്ലക്സ് ലിങ്കേജ് ഇതിനകത്തുനിന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുമ്പോഴേ സം ചെയ്യണം അല്ലെ, ഇൻ്റഗ്രേഷൻ നടത്തണം. ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്യാൻ പോകണം, ഇൻ്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ എന്ത് കണ്ടുപിടിക്കണം, അടുത്തതിൽ ടോട്ടൽ ഫ്ലക്സ് ലിങ്കേജ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് എന്താ, ഇൻ്റഗ്രേറ്റിംഗ് ഫ്രം എ ടു ബിയോ അല്ലെങ്കിൽ ബി ടു എയോ ചെയ്യാം. ചിലവർ ഔട്ടർ കണ്ടക്ടർ ടു ഇന്നർ കണ്ടക്ടർ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്നർ ടു ഔട്ടർ കണ്ടക്ടേഴ്സ് ചെയ്ത് കഴിഞ്ഞാലും ഇൻ്റഗ്രേഷൻ അത് കറക്റ്റായിട്ട് കിട്ടിക്കോളും. ഫൈ ഇസ് ഈക്വൽ ടു എന്താ വരും, ഇൻ്റഗ്രൽ എ ടു ബി. നമ്മളിപ്പോൾ നേരത്തെ എടുത്ത ഇക്വേഷൻ അതുപോലെ അങ്ങോട്ട് വേണം. ദാറ്റ് ഈസ് മ്യൂ ഐ എൽ ഡിവൈഡഡ് ബൈ 2πr ഡി ആർ. ഇനി ഇതിനകത്ത് എന്ത് വരിക, ഈ മ്യൂ ഐ എൽ കോൺസ്റ്റന്റ് ടേമിനെ പുറത്തെടുക്കുന്നു. ഇൻ്റഗ്രൽ എ ടു ബി ഡി ആർ ബൈ ആർ. ഇതെന്ന് പറഞ്ഞാൽ ഓൾറെഡി അറിയാം, എന്താണെന്ന് അറിയാം, ഓൾറെഡി എക്സിസ്റ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. നാച്ചുറൽ ലോഗ് ആർ ബി എ എന്ന് വന്നു. ദെൻ ഇതിനകത്ത് സൈ അല്ലെങ്കിൽ ഫൈ ഇസ് ഈക്വൽ ടു എന്ത് വരും, ഇതെങ്ങനെ വരിക, നാച്ചുറൽ ലോഗ് ബി ബൈ എ. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും, ദെൻ ഓൾറെഡി ഉള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബി ബൈ എ. ഇതിനകത്തുനിന്ന് ഇൻ ബിറ്റ്വീൻ ഉള്ള സ്റ്റെപ്സ് ഒന്നും നിങ്ങൾ എക്സാമിന് എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. ദെൻ എന്ത് വരും, ഇക്വേഷൻ തന്നെ നോക്കിയാൽ ഫൈ ഇസ് ഈക്വൽ ടു മ്യൂ ഐ എൽ ഡിവൈഡഡ് ബൈ 2π നാച്ചുറൽ ലോഗ് ബി ബൈ എ. ഇതൊക്കെ എക്സാം, അതായത് ന്യൂമറിക്കൽ പ്രോബ്ലത്തിന് ഇതൊക്കെ ആവശ്യം വരും. ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കാം. സോ ഇതിനകത്ത് നമുക്ക് എന്ത് കിട്ടി, ടോട്ടൽ ഫ്ലക്സ് കിട്ടി. ഫ്ലക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, ഇനി നമുക്ക് നേരെ എന്തെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാം, ഇൻഡക്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. സോ ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു, അപ്പോൾ ഇനി എന്താ, നമ്മൾ ഫൈനലി നമ്മൾ ഇൻഡക്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താ, ഓൾറെഡി ഫെമിലിയർ ആണ് അല്ലേ. ഇൻഡക്റ്റൻസ് ഇസ് ഡിഫൈൻഡ് എസ്, എൽ എന്ന് പറയുന്ന ലെറ്ററാണ് ഇൻഡക്റ്റൻസിനെ കാണിക്കുന്നത്. ഫ്ലക്സ് ലിങ്കേജ് ഡിവൈഡഡ് ബൈ കറണ്ട്. ഓൾറെഡി നമ്മൾ ഫ്ലക്സ് ലിങ്കേജ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ഡിവൈഡഡ് ബൈ കറണ്ട്. കോമൺ ആയിട്ടുള്ള ടേംസിനെയൊക്കെ കട്ട് ചെയ്ത് കളയുക. ഫൈനലി നമുക്ക് എന്ത് കിട്ടും, ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷൻ കിട്ടും. സിമ്പിളാണ്, സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഏതിന് കപ്പാസിറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. ഹെൻസ് എൽ ഇസ് ഈക്വൽ ടു എന്താ പറയുക, ഫ്ലക്സ് ലിങ്കേജ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത മ്യൂ ഐ എൽ ഡിവൈഡഡ് ബൈ 2π നാച്ചുറൽ ലോഗ് ബി ബൈ. ഇതിനകത്ത് ഐയും എന്താണ്, കോമൺ ആണ് അല്ലേ. സോ അതിനെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ദെൻ എന്ത് കിട്ടും, നമുക്ക് ഫൈനലി എൽ ഇസ് ഈക്വൽ ടു മ്യൂ എൽ ഡിവൈഡഡ് ബൈ 2π നാച്ചുറൽ ലോഗ് ബി ബൈ എ എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടി. ഇതിനകത്ത് ഈ എൽ എന്ന് പറയുന്നത് പെർ യൂണിറ്റ് ലെങ്ത് ആണെങ്കിൽ എൽ ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ എന്തായിരിക്കും, എല്ലിൻ്റെ വാല്യൂ 1. അപ്പം കോമൺ ഇക്വേഷൻ എന്ന് പറയുന്നത് ദിസ് ഈസ് ദ for unit length, അതായത് ഇൻഡക്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ആണെങ്കിൽ ദിസ് ഈസ് ദി ഇക്വേഷൻ, എൽ ഡാഷ് ഇസ് ഈക്വൽ ടു മ്യൂ ബൈ 2π നാച്ചുറൽ ലോഗ് ബി ബൈ എ ഹെൻറി പെർ മിനിറ്റ് എന്നാണ് കാണിച്ചിട്ടുള്ളത്. കപ്പാസിറ്റൻസിന്റെ കേസിൽ ഫാരഡ് ആണ്, ഇതെന്ന് പറയുന്നത് ഹെൻറിയാണ്. ഹെൻറിയാണ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ. അപ്പം ഇതിപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, നമ്മളിപ്പോൾ ഡെറിവേഷൻ ഓഫ് കപ്പാസിറ്റൻസ് ആൻഡ് ഇൻഡക്റ്റൻസ് ഓഫ് 2 വയർ ട്രാൻസ്മിഷൻ ലൈൻ നോക്കി, അല്ലെങ്കിൽ നമ്മൾ പാരലൽ കണ്ടക്ടേഴ്സ് എന്ന് പഠിച്ചു. അതിനുശേഷം എന്താണ്, ഇപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കപ്പാസിറ്റൻസ് ആൻഡ് ഇൻഡക്റ്റൻസ് ഓഫ് എ കൊയാക്സിൽ കേബിൾ. കൊയാക്സിൽ കേബിൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, സിലിണ്ടേഴ്സ് എന്നും പറയാം. എക്സാമിന് വേണമെങ്കിൽ
ഒരു സിലിണ്ടറിൻ്റെ ഷേപ്പോ അല്ലെങ്കിൽ സിലിണ്ടറിൻ്റെ കേസ് വെച്ചിട്ട് ന്യൂമറിക്കൽസ് ചോദിക്കുമ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിലിണ്ടേഴ്സ് എന്ന് പറഞ്ഞാലും പേടിക്കേണ്ട, എന്ത് ചെയ്താൽ മതി, നമ്മുടെ കൊയാക്സൽ കേബിളിൻ്റെ സെയിം ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇന്നത്തെയും വീഡിയോസ് കൊണ്ടിട്ട് നമ്മുടെ ഡെറിവേഷൻ എന്ന് പറയുന്ന ഒരു പോർഷൻ തീർന്നു. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ഇൻക്ലൂഡ് ആക്കാമായിരുന്നു, പക്ഷേ ഞാൻ രണ്ടായിട്ടായിരുന്നു എടുത്തത്. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആണ്, സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് കാണാപ്പാഠം പഠിച്ചു വെക്കേണ്ട 1-2 ഇക്വേഷൻ, അതായത് സ്റ്റാർട്ടിംഗ് ആയിട്ട് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിരിക്കുന്ന റിസൾട്ട് മാഗ്നറ്റിക് ഫീൽഡ്, ദെൻ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ, ദെൻ എന്ത് ചെയ്തു, നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു, ടോട്ടൽ കണ്ടുപിടിച്ചു. എല്ലാത്തിനും സെയിം സ്റ്റെപ്പാണ് അല്ലേ? കാരണം ഇൻ്റഗ്രേഷൻ കഴിഞ്ഞ് പിന്നെ നാച്ചുറൽ ലോഗ് എടുത്തു, ദെൻ B/A വന്നു, ദെൻ നേരെ ഇൻഡക്ടൻസിൻ്റെ കേസ് വന്നു, ഇൻഡക്ടർ അങ്ങനെ കണ്ടുപിടിക്കാം, കപ്പാസിറ്റൻസ് ഈക്വൽ ടു Q/V ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. സിമ്പിളാണ്. ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന ഡെറിവേഷനാണ്. ഒന്നെങ്കിൽ ഡെറിവേഷൻ ചിലപ്പോൾ 3 അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ന്യൂമറിക്കൽസ് ആണ്. ന്യൂമറിക്കൽസ് നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. താങ്ക് യു.